ഹലോ മൈ ഡിയർ സോൾമേറ്റ്സ്. ഇന്നിവിടെ 2 കാർഡ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ തോന്നുന്ന ഒരു കാർഡ് സെലക്ട് ചെയ്യുക. നമുക്ക് ഫസ്റ്റ് കാർഡ് റീഡ് ചെയ്യാം. ഈ ഒരു കാർഡിൽ പറയുന്നത് ഇവർക്ക് 2 മുഖങ്ങളാണ് ഉള്ളത്. ഇവർ ചീറ്റിങ് ഇപ്പോഴല്ല തുടങ്ങിയിട്ടുള്ളത്. ഈ റിലേഷൻഷിപ്പ് ആരംഭിച്ചപ്പോൾ തൊട്ടേ പുള്ളി ചീറ്റിങ് മോഡിലാണ് ഉള്ളത്. ഇവരുടെ സ്വഭാവമേ ഇങ്ങനെ കള്ളത്തരം, എന്ത് പറഞ്ഞാലും കള്ളത്തരമാണ്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും, അയ്യോ ഞാൻ കാരണമാണോ ഈ ഒരു റിലേഷൻഷിപ്പ് പോയത് എന്ന് തോന്നും. പക്ഷേ അല്ല, അവർ കാരണമാണ് പോയത്. കാരണം അവരുടെ സ്വഭാവം അങ്ങനെയാണ്. അവർ ഒരാളിൽ മാത്രം തൃപ്തി അടഞ്ഞ് ജീവിക്കുന്ന ഒരാളല്ല. നിങ്ങളുടെ സ്നേഹം കുറഞ്ഞിട്ടൊന്നുമല്ല. അവരുടെ പ്രകൃതി എങ്ങനെയാണ്, അവർക്കൊട്ടും ലോയൽറ്റി ഇല്ല, സത്യസന്ധതയില്ല. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ ഒരു സത്യം നിങ്ങൾ അംഗീകരിക്കേണ്ട സമയമാണിപ്പോൾ. അവരെ മാറ്റാനായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് അവരുടെ പുറകിന് പോവരുത്. ഓക്കെ, അവരുടെ സ്വഭാവം ഇങ്ങനെയാണ്. അപ്പോൾ ഇനിയും നിങ്ങൾ പുറകിന് ചെല്ലുവാണെങ്കിൽ അവർ കുറേയും കൂടെ കള്ളത്തരം പറഞ്ഞ് നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്ത് അവരുടെ കസ്റ്റഡിയിൽ നിങ്ങളെ ആക്കും. അവർക്ക് എങ്ങനെ അറിയാം? അവർക്ക് ബാലൻസ് ചെയ്ത് നിൽക്കാൻ അറിയാം. അതുകൊണ്ട് നിങ്ങൾ കുറച്ചും കൂടെ ശ്രദ്ധ വരുത്തുക. നിങ്ങളുടെ ഇമോഷൻസൊക്കെ കുറച്ചും കൂടെ കൺട്രോൾഡ് ആക്കി വെക്കുക എന്നതാണ് ഇപ്പോൾ നിങ്ങൾ ചെയ്യാനുള്ളത്. ആൾക്കാർ വളരെയധികം കള്ളത്തരം നിറഞ്ഞ സ്വഭാവത്തിന് ഉള്ള ആൾക്കാരാണ്. നിങ്ങൾ വീണ്ടും അവരുടെ അടുത്തേക്ക് പോകാതിരിക്കുക എന്നുള്ളതാണ് ഒരു ബെറ്റർ ഓപ്ഷൻ. ഇതാണ് കാർഡ് നമ്പർ ഫസ്റ്റിൻ്റെ റീഡിങ്. ഇനി നമുക്ക് കാർഡ് നമ്പർ 2 പോവാം. ഈ ഒരു കാർഡ് നമ്പറിൽ നമ്മൾ പറയുന്നത്, നിങ്ങൾക്ക് നല്ലോണം അറിയാലോ നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ സ്വഭാവം. വളരെ മോശം സ്വഭാവമാണ്, വളരെ ടോക്സിക് ആയിട്ടുള്ളൊരു പേഴ്സണാലിറ്റിയാണ്. നിങ്ങൾക്ക് പല തരത്തിൽ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. നിങ്ങൾക്കറിയാം സ്വഭാവം ഇങ്ങനെയാണ്. പിന്നെയും നിങ്ങൾ നിങ്ങളെ തന്നെ വിട്ടുകൊടുത്തുകൊണ്ടിരിക്കും തോറും നിങ്ങൾ കുറേ കൂടെ വേദനിക്കും. ഓക്കെ, നിങ്ങളിങ്ങനെ കണ്ണടച്ച് ഇരുട്ടാക്കുകയാണ്. ഇപ്പോൾ മാറും, അല്ലെ നാളെ മാറും. ഇങ്ങനെ നിങ്ങൾ നിങ്ങളെ തന്നെ ഇങ്ങനെ ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളിങ്ങനെ എന്ത് ചെയ്യും? നിങ്ങളിങ്ങനെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ മിണ്ടാതിരിക്കുമ്പോഴോ അവർക്കിതൊരു ഹാബിറ്റായിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ കുറച്ചും കൂടെ ശ്രദ്ധിക്കണമായിരുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് ഇതുപോലൊരു ടോക്സിക് ലൈഫ് മുമ്പോട്ട് കൊണ്ടുപോയത്? അത് നിർത്തിയിട്ടുണ്ടെങ്കിൽ വളരെ നല്ല കാര്യം. നിങ്ങളങ്ങനെ സഹിച്ച് നിൽക്കേണ്ട കാര്യമൊന്നും ഉള്ളതായിട്ട് നമുക്ക് തോന്നുന്നില്ല. നിങ്ങളതുപോലെ തന്നെ നിങ്ങൾ ബൗണ്ടറീസ് വെക്കണമായിരുന്നു. നിങ്ങൾ കുറച്ച് സ്ട്രിക്റ്റ് ആവണമായിരുന്നു. നിങ്ങൾ അതുപോലെ തന്നെ സെൽഫ് റെസ്പെക്റ്റ് കൊടുക്കണമായിരുന്നു. എല്ലാ കാര്യവും ഇങ്ങനെ എനിക്ക് ബോധിപ്പിക്കേണ്ട കാര്യമില്ലെന്ന് തന്നെ പറയണം. ഓക്കെ, നിങ്ങൾ മിണ്ടാതിരിക്കുമ്പം ഇവളിങ്ങനെ മിണ്ടാതിരിക്കും, അല്ലെങ്കിൽ ഇവനിങ്ങനെ മിണ്ടാതിരിക്കും, അപ്പോൾ എനിക്കെന്തും പറയാം, എനിക്കെന്തും ചെയ്യാം, എന്നെ വിട്ടിട്ട് പോത്തില്ല എന്നൊരു ധാരണയിലാണ് ഇങ്ങനെയൊക്കെ ചെയ്ത് കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ സമയം പോയിട്ടുണ്ട്, നിങ്ങളുടെ പണം പോയിട്ടുണ്ട്, നിങ്ങളുടെ ക്വാളിറ്റി ഓഫ് ഇമോഷൻസൊക്കെ പോയിട്ടുണ്ട് നിങ്ങളുടെ. അതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾ ഒരു ടോക്സിക്കാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുകയാണ്? അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കേണ്ട ആവശ്യമില്ല. കാല് പിടിക്കാനൊന്നും നിങ്ങൾ പോകരുത്. അയ്യോ നമുക്കിത് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാം, ഇനി അങ്ങനൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളൊരു ചാൻസും കൂടെ കൊടുക്കാൻ നിൽക്കേണ്ട എന്നാണ് ഉള്ളത്. ഇപ്പം എന്തെങ്കിലും പറഞ്ഞു വരുവാണ്, അല്ല നമുക്കിത് പിന്നെയും റീസ്റ്റാർട്ട് ചെയ്യാം എന്ന് നിങ്ങളുടെ പാർട്ട്ണർ പിന്നെയും പറഞ്ഞു വരുവാണെങ്കിൽ നിങ്ങൾ പറയണം, നിർത്തും, ഇവിടെ സ്റ്റോപ്പാക്കാം, ഇനി ഈ റിലേഷൻഷിപ്പ് വർക്കാവില്ല എന്ന് തന്നെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നതായിരിക്കും നല്ലത്. ഇതുപോലുള്ള ടാരോട്ട് റീഡിങ്ങിന് വേണ്ടി പ്ലീസ് കമൻറ്റ് ബിലോ. താങ്ക് യു.